ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ നീ വന്നൂന്ന് സുചിത്രടുത്ത് വിളിച്ചു പറഞ്ഞു. എന്നോടൊപ്പം ജഗനും ദിയമോളും വന്നിട്ടുണ്ട്. അവരച്ഛമ്മയെ കാണാൻ പോയിരിക്കാം. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു എന്റെ കുഞ്ഞ്. ഇപ്പൊ അതും പോയി വന്ദനേച്ചി. എല്ലാം തകർന്നു. മോളെ, ചേച്ചി നിന്നെ ആശ്വസിപ്പിക്കാൻ പറയാണെന്ന് കരുതരുത്. ഒന്നും തകർന്നിട്ടില്ല, എല്ലാം ശരിയാവും. പ്രഗ്നന്റ് ആയിരിക്കുന്ന അവസ്ഥയില് ഇതൊക്കെ സർവ്വസാധാരണോ? ഒരു ദിവസം എത്ര അബോർഷനാണ് നടക്കുന്നത് എന്നുവെച്ച് ഭാവിയിൽ കുഞ്ഞുണ്ടാവില്ല എന്നൊന്നും അർത്ഥമില്ല. മോള് സമാധാനിക്ക. മോളെ, അന്ന് അവിടെ എന്താ നടന്നത്? അന്ന് ഞാൻ പതിവില് നേരത്തെ ഉറങ്ങി. അച്ഛമ്മയുടെ നിലവിളി കേട്ടാ ഞാൻ ഉണർന്ന്. അപ്പോൾ ശരിക്കും ബോധം തെളിയാത്ത അവസ്ഥയിലാ ഞാൻ എഴുന്നേറ്റ്. എന്നിട്ട് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ അയ്യോ, അച്ഛമ്മേ, അച്ഛമ്മേ. തറയിൽ വീട് കിടക്കുന്ന അച്ഛമ്മയാ ഞാൻ കണ്ടത്. പേടിച്ച് ഞാൻ അലറി വിളിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ ഒന്നും ഓർമ്മയില്ല. ആ സമയത്ത് വിക്രം അവിടെ ഇല്ലായിരുന്നോ? അറിയില്ല. മോളെ, എനിക്ക് വിക്രമിന് എന്തോ നല്ല സംശയമുണ്ട്. ചേച്ചി എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? എന്റെ കുഞ്ഞ് നശിച്ചതിന് ഉത്തരവാദി ഏട്ടനാണെന്നോ? എന്ന് ഞാൻ പറയില്ല. കുഞ്ഞ് അബോർഷനായതിന്റെ കാരണം കണ്ടെത്താൻ നമ്മുടെ മുന്നിൽ 2 കണ്ണുകളേ ഉള്ളൂ. അത് സംസാരിക്കാൻ ശേഷിയില്ലാതെ കിടക്കുന്ന അച്ഛമ്മയുടെ കണ്ണുകളാ. അച്ഛമ്മയ്ക്ക് സംസാരശേഷി എത്രയും വേഗം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുകയേ വഴിയുള്ളൂ. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന എല്ലാവരും തകർന്നു പോവും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊന്നും ഇനി നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ലല്ലോ. ദേ നോക്ക്, എപ്പോഴും ചിരിച്ചും വാശി പിടിച്ചും കലപിലാന്ന് ചിരിച്ചും നടക്കുന്ന ആ പഴയ വർഷയാവണം മോള്. എനിക്ക് മാത്രമേ ഇനി അങ്ങോട്ട് മാധവൻ നായരുടെ കുടുംബത്തിന് നിലനിൽപ്പുള്ളൂ. മാനത്തെ കൊട്ടാരം